എല്ലാവർക്കും സ്വാഗതം. കെ ശൈലജ ടീച്ചറുടെ പ്രാദേശിക വികസന ഫണ്ട് ഉപയോഗപ്പെടുത്തി മട്ടന്നൂരിൻ്റെ സൗന്ദര്യവൽക്കരണത്തിൽ വലിയ പങ്ക് വഹിക്കാൻ വേണ്ടി പോകുന്ന ക്ലോക്ക് ടവറിൻ്റെ ഉദ്ഘാടനം ജനുവരി 28-ാം തീയതി വൈകുന്നേരം നടക്കുകയാണ്. നമ്മളിപ്പോൾ ഉള്ളത് ക്ലോക്ക് ടവറിൻ്റെ അടുത്താണ്. 15 ലക്ഷം രൂപ ചെലവിലാണ് ഈ ക്ലോക്ക് ടവർ സ്ഥാപിച്ചിട്ടുള്ളത്. ഒപ്പം തന്നെ ഇതിന് മൂന്ന് ഭാഗത്തുമായി ഡിവൈഡറും ഒരുക്കിയിട്ടുണ്ട്. നമ്മളിപ്പോൾ വന്നത് ഇതൊരു സന്തോഷമുള്ളൊരു കാര്യം കൂടിയാണ്. അതിനോടൊപ്പം തന്നെ നഗരസഭ അതേപോലെ ശ്രദ്ധയിൽപ്പെടുത്തിയ ഒരു വിഷയം നമ്മൾ ആദ്യം പറയുകയും പക്ഷേ അവരത് പരിഗണിക്കപ്പെടാത്ത സാഹചര്യത്തിൽ അത് വാർത്താ രൂപത്തിൽ നിങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടിയാണ്. ഇത് നമുക്ക് കണ്ടില്ലെന്ന് അടിക്കാൻ വേണ്ടി കഴിയില്ല. അതുകൊണ്ടാണ് ഇപ്പോൾ നമ്മൾ വന്നിട്ടുള്ളത്. നിങ്ങൾക്ക് കാണാൻ പറ്റും, ഈ 3 ഭാഗത്തും ഡിവൈഡർ ഒരുക്കിയിട്ടുണ്ട്. പക്ഷേ ഈ ഡിവൈഡറിൻ്റെ 3 ഭാഗത്തും നിർമ്മിച്ച ഡിവൈഡറിൻ്റെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, അപ്പോൾ സ്വാഭാവികമായും ഈ കാണുന്ന ഈ 3 ഡിവൈഡറിനും ഇതേപോലെ മൂർച്ചയുള്ള ഭാഗം ഇങ്ങനെ കിടക്കുന്നുണ്ട്. അപ്പോൾ വാഹനങ്ങൾ അപകടത്തിൽപ്പെടുക എന്ന് പറയുന്നത് സ്വാഭാവികമായും അങ്ങനെ പെടാതിരിക്കാനാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. സ്വാഭാവികമായും ടൗൺ എന്നുള്ള രീതിയിൽ, റോഡ് എന്നുള്ള രീതിയിൽ ഇത് സംഭവിക്കുകയും ചെയ്യാം. അപ്പോൾ അങ്ങനെ സംഭവിച്ചു കഴിഞ്ഞാൽ വലിയൊരു അപകടത്തിലേക്ക് ഈ അടിച്ച വാഹനം, അതേപോലെ 2 വീലറൊക്കെ ഇത് സൈഡുകളിൽ ചേർത്ത് പിടിച്ച് പോകുമ്പോൾ ഇതിന് ചേർന്ന് കാലുകളൊക്കെ മുറിയാനും അപകടത്തിൽപ്പെടാനൊക്കെ സാധ്യതയുണ്ട്. അത് നമ്മൾ അധികാരികൾക്ക് മുമ്പിൽ ശ്രദ്ധയിൽപ്പെടുത്തുകയാണ്. ഇത് ശ്രദ്ധിച്ചില്ലെന്ന് നടിക്കാൻ വേണ്ടി കഴിയില്ല. കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മുടെ ഉത്തരവാദപ്പെട്ട ആളുകളെ അറിയിച്ചിരുന്നു. പക്ഷേ നാളെ ഉദ്ഘാടനം ചെയ്യുന്ന സാഹചര്യത്തിൽ കൂടിയും ഇതിന് വേണ്ട നടപടിയിലേക്ക് നീങ്ങിയതായി കാണുന്നില്ല. അപ്പോൾ അത് വീണ്ടും ശ്രദ്ധയിൽപ്പെടുത്താൻ വേണ്ടിയാണ് ഇത്തരത്തിൽ ഒരു വാർത്തയുമായി ഈ ദൃശ്യങ്ങളൊക്കെ കാണിച്ചുകൊണ്ട് നിങ്ങൾ വന്നിട്ടുള്ളത്. സ്വാഭാവികമായും മട്ടന്നൂരിന് സൗന്ദര്യമുള്ള കാര്യമാണ് ഇപ്പോൾ നടക്കുന്നത്. അതിനെല്ലാം നമുക്ക് കൂടി അഭിമാനിക്കാൻ കഴിയുന്നതാണ്. പക്ഷേ അതിനകത്തുള്ള പോരായ്മ കൂടി ചൂണ്ടിക്കാണിക്കണം എന്നുള്ള രീതിയിലാണ് ഇപ്പോൾ നമ്മൾ വന്നിട്ടുള്ളത്. അതുകൊണ്ട് ഇതിനൊരു പരിഹാരം ഉണ്ടാക്കണമെന്ന് ഓർമ്മിപ്പിക്കുകയാണ്. ഇത് കാണുന്ന ആളുകൾ, ഇതിന് ഉത്തരവാദപ്പെട്ട ആളുകൾ ഇതിന് പരിഹാരം കണ്ടില്ല എങ്കിൽ ആളുകളുടെ തലവര മാറുന്നതിന് ഇടയാക്കും ഇത്തരം പദ്ധതികൾ എന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട്